ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, ബാങ്ക് അക്കൗണ്ട് മൈനസാണ്. കോഴിക്കോട് വടകരയിലെ MDMA കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തന മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. ഇങ്ങനൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നെങ്കിൽ ലഹരി ഇടപാടിന് കൂട്ടുനിൽക്കുമായിരുന്നോ? സ്വന്തം മകനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിരുന്നെങ്കിൽ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിയുമായിരുന്നു. കോടതിക്ക് മുൻപാകെയും പ്രതി ഇത്തരം വാദങ്ങൾ ഉയർത്തിയെങ്കിലും കീർത്തനയെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ ഇതുവരെയും 5 പേർ അറസ്റ്റിലായെങ്കിലും മുഖ്യപ്രതിയായ 22-കാരൻ ഇപ്പോഴും കാണാമറയത്താണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് വടകര NDPS കോടതി കീർത്തനയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും കോടതി 2 ദിവസമാണ് അനുവദിച്ചത്. കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണമെത്തിയെന്ന പോലീസ് വാദം തെറ്റാണെന്ന് കീർത്തനയുടെ അഭിഭാഷകൻ വാദിച്ചു. പ്രതികളിൽ ഒരാളുമായി 5000 രൂപയുടെ ഒറ്റ ഇടപാട് മാത്രമാണ് കീർത്തനയ്ക്കുള്ളത്. സുഹൃത്തായ കാവ്യയോട് കീർത്തന പണം കടം ചോദിച്ചിരുന്നു. ഈ പണം പ്രതിയുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. തന്റെ 2 അക്കൗണ്ടുകളും മൈനസ് ബാലൻസ് ആണെന്ന് കീർത്തന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ അധ്യാപികയും ആൺകുട്ടിയുടെ അമ്മയുമാണ്. MDMA ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും കീർത്തന പറയുന്നു. എന്റെ 2 സ്റ്റേറ്റ്മെന്റും കൊയിലാണ്ടിയും ഗ്രാമീണും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് രൂപ മൈനസ് ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം സത്യം വിചാരിച്ചിട്ട് മാധ്യമങ്ങൾ അത് അറിയണം. സത്യം നിങ്ങൾ കറക്റ്റായിട്ട് സത്യം പങ്കില്ല. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കൊയിലാണ്ടി ഗ്രാമീണ ബാങ്കും കനറ ബാങ്കും കേട്ടോ, അതിന് മൈനസ് ആണ്. നിങ്ങൾ MDMA കൊടുത്തിട്ടില്ല? ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിന്റെ അമ്മയാണ്. ശാസ്ത്രീയ തെളിവുകളുടെയും ഡിജിറ്റൽ രേഖകളുടെയും പിൻബലത്തിലാണ് അറസ്റ്റെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പിടിയിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, നീഷ്മ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ശൃംഖലയുടെ ആഴവും സാമ്പത്തിക ഇടപാടുകളും വ്യക്തമാക്കാൻ കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു. കീർത്തനയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. പ്രതികളുടെ അക്കൗണ്ടുകൾക്കപ്പുറം മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലൂടെ ATM വഴി പണം പിൻവലിച്ചവരെ കണ്ടെത്താനുള്ള പരിശോധനകളും പുരോഗമിക്കുകയാണ്. പിടിയിലായ അധ്യാപികമാർ മയക്കുമരുന്ന് ഇടപാടിലൂടെ ലഭിച്ച പണം കണ്ണൂർ ഇരട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസ് നൽകുകയും ജിജിൻ ഈ പണം വയനാട് സ്വദേശിയായ ഷിൻഡോയ് കൈമാറുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായി അയൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. 1 കോടിയോളം രൂപ 6 മാസത്തിനുള്ളിൽ നൽകിയിരുന്നു. ഷിൻഡോയെ പിടികൂടുന്നതോടെ വിദേശത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വടകരയിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ റാക്കറ്റിലെ പ്രധാനികളെ കൊടുക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കീർത്തനയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായേക്കും. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.